വന്നുയർന്ന എല്ലാവർക്കും വന്ദനം. ഈ രാത്രിയിൽ തുടർന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്നും ധ്യാനിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ നിന്നും ഒരു ചെറിയ ധ്യാന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ വേദഭാഗം അല്പസമയം ധ്യാനിക്കുവാൻ എൻ്റെ പതിവായിട്ടുള്ള വേദ വായനയിൽ ദൈവം എനിക്ക് ഇടയാക്കി. എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 20 അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ കടന്നു വരുമ്പോൾ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 30-31 വാക്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യുവാനായിട്ട് താൻ തുടങ്ങുന്ന ഒരു പ്രതീതിയാണ് ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ 21 അധ്യായം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നുള്ളത് നാം ധ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ പ്രസക്തിയെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. 21 അധ്യായം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത അനേക കാര്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉള്ളതുപോലെ മർക്കോസിലും മത്തായിലും ലൂക്കോസിലും ഇല്ലാത്ത കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തെക്കുറിച്ച് മർക്കോസിൻ്റെയോ മത്തായിയുടെ സുവിശേഷത്തിലോ ഇല്ലാത്ത കാര്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശേഷം സംഭവിച്ച വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ നിലയിൽ ഈ 21 അധ്യായം വളരെ പ്രസക്തമാകുന്ന ഒരു കാര്യമാണ്. സുവിശേഷങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അപ്പോസ്തലനാകുന്ന പത്രോസ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ തള്ളിപ്പറയുന്നതും കർത്താവിനെ ഒരു 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 സെർവൻറ്റ് ഗേളിൻ്റെ മുൻപാകെ നീയും അവരുടെ കൂട്ടത്തിലുള്ളവനെന്ന് പറയുമ്പോൾ ഐ ആം നോട്ട്, ഞാൻ അങ്ങനെയല്ല എന്ന് ആണയിടുന്ന, അല്ലെങ്കിൽ ചില എനിക്ക് തോന്നുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് തോന്നുന്നു, അവൻ പ്രാകുവാനായിട്ട്, അല്ലെങ്കിൽ ഹി ബ്രോട്ട് എ കേഴ്സ് ഡൗൺ അപ്പോൺ ഹിം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്ര വെഹിമെൻ്റായിട്ട് അല്ലെങ്കിൽ അത്രയധികം ശക്തിയോടെ കർത്താവിനെ താൻ തള്ളിപ്പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശേഷം പത്രോസിൻ്റെ സാന്നിധ്യവും നമ്മൾ വായിക്കുന്നുണ്ട് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. പക്ഷെങ്കിൽ പേഴ്സണലായിട്ട് വ്യക്തിപരമായി പത്രോസിനെ കർത്താവ് റെസ്റ്റോർ ചെയ്യുന്ന, അല്ലെങ്കിൽ കർത്താവ് അവനെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന ചരിത്രം മറ്റ് സുവിശേഷങ്ങളിലൊന്നും നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ മാത്രമാണ് ആ പ്രത്യേക വസ്തുത രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. പത്രോസിൻ്റെ ആ ബാക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള ആ കാര്യം എത്രത്തോളമായിരുന്നു എന്നുള്ളത് ഈ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം യേശു കർത്താവ് 2 പ്രാവശ്യം ഈ ശിഷ്യന്മാർക്ക്, പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് 2 പ്രാവശ്യം പുനരുത്ഥാനത്തിൻ്റെ ശേഷം അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം
ഈ 21 അധ്യായം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 14 വാക്യത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ യേശു കർത്താവ് തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം 2 പ്രാവശ്യം ഇതിനു മുൻപ് പത്രോസ് ഉൾപ്പെടെയുള്ള ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ യേശു കർത്താവ് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ഏറ്റവും ആത്യന്തികമായിട്ടുള്ള, ഏറ്റവും ഫൈനലായിട്ടുള്ള ആ അടയാളം, യേശു ആരാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ അടയാളം ഈ ശിഷ്യന്മാർ കണ്ടതാണ്. അവരതിനെ വിറ്റ്നസ് ചെയ്തതാണ്. പക്ഷെങ്കിൽ അത് കണ്ടിട്ടും നമ്മളിവിടെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര വലിയ ഒരു ആത്മീകമാകുന്ന റെസ്റ്റോറേഷൻ ഇവരിൽ ഉണ്ടാക്കിയില്ല എന്ന് തോന്നുന്ന നിലയിലാണ് ആ വേദഭാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ചേ. 21-ന്റെ 2-3. നോക്കുക, ഈ കാര്യം മനസ്സിലാക്കണം. സത്യത്തിൽ യേശു കർത്താവ് പത്രോസിനെ ആദ്യം വിളിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് അവരെല്ലാം വിട്ടിട്ട് കർത്താവിനെ അനുഗമിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഒപ്പം 3-ലധികം വർഷങ്ങൾ അവർ കർത്താവിൻ്റെ ഒപ്പം സഞ്ചരിക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവരായിരിക്കുകയും ചെയ്തിരുന്ന ആ കാലമെല്ലാം തന്നെ അവർ പിന്നീട് മീൻ പിടിക്കാൻ പോകുന്നൊന്നും നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ ഇവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് കൂടി ഈ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസാണ് അതിനെ ലീഡ് ചെയ്യുന്നത്, അദ്ദേഹം പറയുക, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. നോക്കുക, ഈ ഒരു വേദഭാഗമാണ് സത്യത്തിൽ ഈ അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ആ ബാക്ക് സ്ലൈഡിങ് എത്രത്തോളമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എത്രത്തോളമായിരുന്നു എന്നുള്ളത്. കാരണം എന്തവർ വിട്ടോ, എന്തവർ ഉപേക്ഷിച്ചോ, എന്ത് കളഞ്ഞേച്ചാണ് കർത്താവിനെ അനുഗമിപ്പാൻ വന്നത്, അത് തന്നെ അവരെന്ത് ചെയ്യുക? തിരികെ എടുക്കുക. സത്യത്തിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ ആത്മീകമാകുന്ന പിന്മാറ്റത്തിൽ നാം എത്രത്തോളം ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അളക്കാൻ കഴിയുന്ന അളവുകോലുകളിൽ ചിലതാണ് നേരത്തെ ഉണ്ടായിരുന്ന, നമ്മൾ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ നാം ജയിച്ച, നാം വിട്ടുകളഞ്ഞ പല സ്വഭാവ സവിശേഷതകൾ നമ്മിൽ തല പൊക്കാൻ തുടങ്ങുമ്പോൾ, അത് നമ്മളെ റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം, സത്യത്തിൽ നമ്മൾ ബാക്ക് സ്ലൈഡ് ചെയ്യുകയാണ്. കർത്താവിങ്കിൽ നിന്നും നമ്മൾ പിന്മാറിപ്പോവുകയാണ്. ഏകദേശം ആ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഈ അപ്പോസ്തലന്മാരോടുള്ള ബന്ധത്തിൽ. എന്നാൽ ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. യേശു കർത്താവ് ഈ ശിഷ്യന്മാരെ, പ്രത്യേകിച്ച് പത്രോസ് അപ്പോസ്തലനെ റെസ്റ്റോർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബാക്ക് സ്ലൈഡിങ് എങ്ങനെയാണ് ഉണ്ടായത്, ആ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിശ്ചയമായിട്ടും അത്
നമുക്ക് വളരെ ആശ്വാസകരമാകുന്ന ഒരു കാര്യം, ഇതിനകത്ത് ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, കർത്താവിനെ സകല നിലയിലും കർത്താവിൻ്റെ ഒപ്പം കർത്താവ് അവരെ തന്നെ അനുഗമിപ്പാനായിട്ട് വിളിച്ചു. കർത്താവിനെ അനുഗമിച്ചു. സന്തോഷത്തോടെ ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. ഭൂതങ്ങൾ വരെയും ഇവർക്ക് കീഴടങ്ങി. അങ്ങനെയുള്ള ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, യേശു കർത്താവിൻ്റെ ആ ക്രോസ്, ആ ക്രൂശിൻ്റെ അനുഭവം വന്നപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോകുന്ന ഒരു കാഴ്ച ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശേഷിച്ച് ഒരു വേദഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 26-ാമത്തെ അധ്യായം, മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26, അതിൻ്റെ 56-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. നോക്കുക, അവിടെ നമ്മൾ വായിക്കുന്നത് ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഓൾ ദ ഡിസൈപ്പിൾസ്, കർത്താവിൻ്റെ ഒപ്പം ആരുമില്ലായിരുന്നു. ശിഷ്യന്മാരെല്ലാം യേശുവിനെ വിട്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇവരെ എന്തിനു വേണ്ടി വിളിച്ചോ, കർത്താവിൻ്റെ ഒപ്പം ഇരിപ്പാനും കർത്താവിനെ അനുഗമിപ്പാനും കർത്താവിൻ്റെ നിയോഗം ചെയ്യാനും ഇവരെ വിളിച്ചതാ. പക്ഷെങ്കിൽ അതിന് ഇവർ യോഗ്യരല്ല എന്ന് അവർ തന്നെ തെളിയിക്കുക. നാം മനസ്സിലാക്കണം, യേശു കർത്താവിനെ വിളിച്ചപ്പോൾ ഇവരെ നന്നായിട്ട് കർത്താവിന് അറിയായിരുന്നു. എന്ത് സംഭവിക്കുമെന്നറിയായിരുന്നു. നേരത്തെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും. അത് കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്. ഇവരെന്തെല്ലാം ചെയ്യുമെന്ന് കർത്താവിന് അറിയായിരുന്നു. പത്രോസിനോട് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിടും. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇവരെ വിളിച്ചത്. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഫെയിലിയേഴ്സ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇവരെ വിളിച്ചത്. ഇവരെന്ത് ചെയ്യുമെന്നും എന്തു പറയുമെന്നും ക്രൂശിൻ്റെ അനുഭവത്തിൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്നും ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് ഈ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച് അവരെ ശുശ്രൂഷയ്ക്കാക്കി തന്നെ അനുഗമിപ്പാനായിട്ട് കർത്താവ് അവരെ കൊണ്ടുവന്നു. ഇപ്പോൾ അവർ സമ്പൂർണമായും കർത്താവിനെ വിട്ട് പിന്മാറുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. എന്നിട്ടും യേശു കർത്താവ് ഇവരെ റെസ്റ്റോർ ചെയ്യുന്ന ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അപ്പോസ്തലനാകുന്ന പത്രോസിനോട് താൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 3 പ്രാവശ്യം കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്. അതിൻ്റെ 15-ാം വാക്യം, 21-15, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അടുത്ത വാക്യത്തിലും അത് തന്നെ നമ്മൾ വായിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു, നിനക്കെന്നോട് പ്രിയമുണ്ടോ? സത്യത്തിൽ കർത്താവ് 3 പ്രാവശ്യം പത്രോസിനെ കൊണ്ട്
ആ കാര്യം കൺഫസ് ചെയ്യുന്നത് നമ്മൾ വായിക്കുകയാണ്, താന് ഏറ്റുപറയുകയാണ്. പക്ഷെങ്കിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ ഹി വാസ് ഗ്രീവ്ഡ്, അവൻ ദുഃഖിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവം എന്തുകൊണ്ട് കർത്താവിൻ്റെ ഇവരോടുള്ള പെരുമാറ്റത്തിന് യാതൊരു വ്യത്യാസവും വരുത്തിയില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റേതു മനുഷ്യരാണെങ്കിലും ഒരു വ്യക്തിയോടുള്ള പെരുമാറ്റത്തിൽ നമുക്ക് വീഴ്ച വന്നാൽ ഹൃദയംഗമായി അത് വിട്ടിട്ട് നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ആരും കാണുകയില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ശിഷ്യന്മാരോടുള്ള, പ്രത്യേകിച്ച് പത്രോസിനോടുള്ള കർത്താവിൻ്റെ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഈ ഫെയിലിയറിൽ കൂടെ, ഈ പരാജയത്തിൽ കൂടെ എന്താണ് കർത്താവ് അവരെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമുക്കറിയാം, പത്രോസ് ഇതിനു മുൻപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 13-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എൻ്റെ ജീവനെ വെച്ച് കളയും എന്ന് പത്രോസ് പറയുന്നു. യേശു കർത്താവ് പറയുന്നു അതിന് 38-ാമത്തെ വാക്യം, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ യേശു കർത്താവിന് പത്രോസിൻ്റെ ജീവിതത്തിൽ എന്താണ്, അവൻ ആരാണ് എന്നുള്ളത് നന്നായിട്ടറിയാം. ഇൻസൈഡ് ഔട്ട് അവന് നന്നായിട്ട്, കർത്താവിന് നന്നായിട്ട് ഈ മനുഷ്യനെ അറിയാം. അവൻ ഇത് ചെയ്യുമെന്നും അറിയാം. പക്ഷെങ്കിൽ പ്രശ്നം അവിടെ അല്ല, പത്രോസിന് അത് അറിയത്തില്ലെന്നുള്ളതാണ്. പത്രോസിന് അതറിയത്തില്ല. കാരണം അവൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുവാനും തടവിലാകാനും ഞാൻ ഒരുക്കമാണ്. തടവിലാകാനും ഞാൻ ഒരുക്കമാണ്. പലപ്പോഴും നമ്മൾ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയത്തില്ല. നാം റിയലി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില ജീവിത സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം അത് അനുവദിക്കും. നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന നിലയിൽ നാം ആത്മീകരല്ല എന്ന് നമുക്ക് ഗ്രഹിപ്പിച്ചു തരേണ്ടത് ആവശ്യമാണ്. കാരണം അത് നമ്മുടെ ശുദ്ധീകരണ പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്. അത് നടക്കുന്നില്ലെങ്കിൽ ശരിയായുള്ള ശുദ്ധീകരണം നടക്കുകയില്ല. നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പത്രോസിനോട് പറയുമ്പോൾ പത്രോസ് പറയുന്നത്, നോ, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുകയാണ്. പക്ഷെങ്കിൽ കർത്താവ് പറയുകയാണ്, നീ അങ്ങനെ ചെയ്യും എന്നവനോട് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ കർത്താവിൻ്റെ വാക്കുകളെക്കാളും
പത്രോസിന് വിശ്വാസം തന്നെയാണ്. പലപ്പോഴും നമ്മുടെയും പ്രശ്നം ഇതൊക്കെ തന്നെയാ. ദൈവവചനം നമ്മളോട് പറയുന്ന കാര്യങ്ങളെക്കാളും നമുക്ക് വിശ്വാസം നമ്മയാ. എന്നാൽ നമ്മെ നന്നായിട്ടറിയാവുന്ന ദൈവം പറയുന്നതാണ് നമ്മെക്കുറിച്ചുള്ള ഫൈനൽ വേർഡ്. നാം കർത്താവിനെ ഡിനേ ചെയ്യും എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് ഭയത്തോടെ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമ്മൾ അപേക്ഷിക്കുന്നെങ്കിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് കഴിയും. കാരണം നമുക്ക് നമ്മിൽ തന്നെ നിലനിൽക്കുവാനായിട്ടുള്ള ശക്തിയില്ല എന്ന് നാം തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പത്രോസിന് പറ്റിയ പ്രശ്നം, താൻ സ്വയമായിട്ട് തൻ്റെ കഴിവിൽ താൻ ആശ്രയിക്കുകയാണ്. തനിക്കത് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് പത്രോസ് പറയുകയാണ്. സത്യത്തിൽ യേശു കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് ആ പത്രോസിനോട് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ ആരംഭമാകുന്ന വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവസാനത്തോളം അവരെ സ്നേഹിക്കുകയും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ പത്രോസ് പറഞ്ഞു, നോ, എനിക്കങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പത്രോസ് വളരെ ഉറപ്പായിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് എന്ന ശിഷ്യനെ റെസ്റ്റോർ ചെയ്യുമ്പോൾ കർത്താവ് അവനോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും അടിസ്ഥാനപരമായി ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കുവാൻ അടിസ്ഥാനപരമായി നമുക്ക് കഴിയുന്നത് ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്നതിലൂടെയാണ്. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് കർത്താവ് തന്നെ പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നാം എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവവുമായിട്ടൊരു സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമേ നാം നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ശക്തീകരണത്തിൽ സമ്പൂർണമായി ചാരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ജയകരമായി ജീവിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇവിടെ നാം ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ പത്രോസ് അവസാനം പറയുന്ന ഒരു കാര്യം, 2 പ്രാവശ്യം കർത്താവ് അവനോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് പറഞ്ഞു, എനിക്ക് സ്നേഹമുണ്ട്. വീണ്ടും പറയുന്നു, എനിക്ക് പ്രിയമുണ്ട്. ഇതെല്ലാം നമ്മൾ വായിക്കുന്നു. എന്നാൽ കർത്താവ് സത്യത്തിൽ പത്രോസിന് തീർച്ചയായിട്ടും കർത്താവിനോട് സ്നേഹമുണ്ട് എന്നുള്ളത് ശരിയാ. പക്ഷെങ്കിൽ ആ 3ാമത് പറഞ്ഞ ആ വാക്കാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. കർത്താവേ, അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഒന്ന് വായിക്കാമോ? 3ാമതും യെസ് 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 നോക്കുക. 3ാമത് പത്രോസ് പറയുന്ന ആൻസർ,
എനിക്ക് പ്രിയം ഉണ്ടെന്നല്ല, പിന്നെന്താ പറയുന്നേ? കർത്താവേ അങ്ങ് സകലവും അറിയുന്നു. അവിടെയാ വിഷയം. കർത്താവേ, ഞാന് സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എന്നെ ഞാനായിരിക്കുന്നത് പോലെ അറിയുന്നത് അങ്ങ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ ഒരു മനോഭാവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കർത്താവേ, അങ്ങ് സകലവും അറിയുന്നു, സകലവും അറിയുന്നു. അത് പറയുമ്പോഴാണ് യേശു കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. നേരത്തെ പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, നിനക്കെന്നെ ഇപ്പോൾ അനുഗമിപ്പാൻ കഴിയുകയില്ല എന്നാ പറഞ്ഞത്. എപ്പോഴനുഗമിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം. അതിന് 13-ാം അധ്യായം ഒന്നെടുത്തേ, വളരെ പെട്ടെന്ന്. 13-ാം അധ്യായത്തിന്റെ അതിന്റെ 36-ാം വാക്യം. യെസ്. നോക്കുക, ഇപ്പൊ നിനക്ക് എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല. എപ്പോഴാ കർത്താവിനെ അനുഗമിപ്പാൻ കഴിയാത്തതെന്നറിയാമോ? കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ അനുഗമിപ്പാൻ കഴിയാത്തത് എനിക്ക് ചിലതൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുമ്പോഴാ പറ്റാത്തത്. എനിക്ക് കർത്താവിനെ അനുഗമിക്കാമെന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്കതിന് കഴിയും, ഞാൻ ഓൾ റൈറ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന എനിക്ക് ട്രൂലി കർത്താവിനെ അനുഗമിപ്പാൻ കഴിയുകയില്ല. എന്നാലും കർത്താവിൻ്റെ ആ കരുണ നോക്കണം. പിന്നത്തേതിൽ നീ എന്നെ എന്ത് ചെയ്യും? അനുഗമിക്കും. ഒരു പക്ഷേ പത്രോസിന്റെ ആ പിന്മാറ്റ അനുഭവത്തിൽ അവന്റെ മനസ്സിൽ ഈ ഒരു പ്രതീക്ഷ ആയിരുന്നിരിക്കാം അവനെ നിലനിർത്തിയതെന്ന് ഞാൻ ചിന്തിക്കുക. കാരണം കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. എപ്പോഴാണെന്നറിയാമോ? കർത്താവേ, അങ്ങ് സകലവും അറിയുന്നു. എനിക്ക് എന്നെ തന്നെ അറിയത്തില്ല, എനിക്ക് അനുഗമിക്കാമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല, അങ്ങക്ക് അത് അറിയാമെന്ന് പറഞ്ഞ് കർത്താവിൽ ചാരുന്ന പത്രോസിനോട് പറയുക, എന്നെ അനുഗമിക്കുക. എവിടെ വരെ അനുഗമിച്ചെന്നറിയാമോ? സഭയുടെ ചരിത്രം, പാരമ്പര്യം നമുക്ക് പൊതുവെ പറയുന്നത് ക്രൂശിക്കപ്പെട്ടെന്നാണ്. ആകട്ടെ, അതെന്തുമാകട്ടെ, ഏകദേശം അതിനൊരു സൂചന കർത്താവ് ഇവിടെ നൽകുന്നുമുണ്ട്. കർത്താവ് പറയുന്നതാകുന്ന കാര്യം, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്ത് നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. നോക്കണം, എവിടെ വരെ കർത്താവിനെ അനുഗമിക്കും? ക്രൂശിക്കപ്പെടുന്ന, അല്ലെ ഒരു രക്തസാക്ഷി മരണം വരെ ആര് പത്രോസ് കർത്താവിനെ അനുഗമിക്കും? ഏത് മനുഷ്യനാണെന്ന് ശ്രദ്ധിക്കണം. ഒരു വേലക്കാരത്തിയുടെ മുന്നിൽ ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞയാളാണ്, നോക്കി, നീ ഇപ്പോൾ എന്നെ അനുഗമിക്കുകയില്ല, പിന്നത്തേതിൽ. എന്തുകൊണ്ടാണ് അതിന്റെ കാരണമെന്നറിയാമോ? അതില് ഏറ്റവും പ്രാധാന്യമായിട്ട് കർത്താവ് അവന് വേണ്ടി ഇന്റർസെഷൻ ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഒന്നാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. അത് ഇതേ പശ്ചാത്തലം തന്നെയാണ്. ശീമോനെ, അതായത് നിങ്ങളെ
കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് പിശാച് അനുവാദിച്ചു. പക്ഷേ ഞാനെന്ത് ചെയ്തില്ല? നിന്റെ വിശ്വാസം. അപ്പോൾ പത്രോസ് അവസാനത്തോളം യേശുവിനെ അനുഗമിക്കാനുള്ള ബേസിസ് കർത്താവിൻ്റെ ഇന്റർസെഷനാണ്. കർത്താവ് പിതാവിനോട് അപേക്ഷിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞാൽ the prayer, the intercession of Jesus is more powerful than the failure of Peter. പത്രോസിന്റെ പരാജയത്തെക്കാളും ശക്തിയുള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ അപേക്ഷ. അതാ ബേസിക് റീസൺ. അതുകൊണ്ട് എന്തെല്ലാം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്നോട് നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു, അതാ ബേസിസ് എന്ന് വിചാരിച്ച് നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നല്ല. നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിനക്കത് ചെയ്യാൻ കഴിയുന്നതും ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചതുകൊണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതാ. എന്തുകൊണ്ട് എനിക്ക് കർത്താവിനെ അനുഗമിക്കാൻ കഴിയുന്നു? അതിന്റെ ബേസിസ് കർത്താവ് നമ്മളെ എനേബിൾ ചെയ്യുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് പരാജയത്തിൽ നിന്നും നമുക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ കഴിയുന്നു? കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കൊണ്ടാണ്. അതല്ലേ എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 7-ാം അധ്യായം 25 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ. അതെ, 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി നോക്കുക, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. നോക്കുക, യേശു കർത്താവ് മുഖാന്തരം ദൈവത്തോട് അടുക്കുന്ന നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ യേശു കർത്താവ് സദാ ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് പത്രോസിനു വേണ്ടി കർത്താവ് അപേക്ഷിച്ചെങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് പിതാവിന്റെ സന്നിധാനത്തിൽ കർത്താവ് എന്ത് ചെയ്യുക? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ അനുഗമിപ്പാനുള്ള സാധ്യതയുള്ളത്. നോക്കണം, നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അതുകൊണ്ട് നീ എന്നെ ഇപ്പൊ അനുഗമിക്കുകയില്ല, പക്ഷെ പിന്നത്തേതിൽ നീ എന്ത് ചെയ്യും? എന്നെ അനുഗമിക്കും. പക്ഷെങ്കിൽ അങ്ങനെ അനുഗമിക്കുന്നതിന് മുൻപ് ഒരു സ്റ്റെപ്പുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളവിടെ വായിക്കുന്നുണ്ട്, ലൂക്കോസ് 22:32. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അടുത്തത്, എന്നാൽ നീ ഒരു സമയം. അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു, അതാ ആത്യന്തികമായിട്ട് നീ അവിടെ വന്നു ചേരും, എന്നെ അനുഗമിക്കൂ എന്നുള്ളതിൻ്റെ ഉറപ്പതാ. പക്ഷെ അതേ സമയം നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മാനസാന്തരപ്പെടണമെന്ന്. നോക്കണം, കർത്താവിനെ നമുക്ക് അനുഗമിപ്പാൻ കഴിയും. അതിന്റെ ബേസിസ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. എന്നാൽ നമ്മുടെ ഭാഗത്ത് എന്താ ഉള്ളത്? നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം, when you repent, when you truly repent, I will restore you. അതിന്റെ കാരണം ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. പിതാവിന്റെ, അതായത് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ കർത്താവ് പ്രാപ്തനാകുന്നു. സമ്പൂർണമായുള്ള റെസ്റ്റോറേഷൻ.
പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു റെസ്റ്റോറേഷനാണ്. പൊത്തുവരുത്തമാകുന്ന ഒന്നല്ല, സമ്പൂർണമായി റെസ്റ്റോർ ചെയ്യപ്പെടുക. നോക്കുക, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനോട് ഈ കാര്യം പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇതേ കാര്യം നമുക്കെല്ലാവർക്കും ആപ്ലിക്കബിളാണ്. എന്തെല്ലാം ആപ്ലിക്കബിളാണെന്നറിയാം? ഒന്ന്, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. രണ്ട്, കർത്താവിനെ അനുഗമിപ്പാൻ നമുക്ക് കഴിയുന്നതിൻ്റെ കാരണം. കർത്താവിൻ എവിടെ പോകുന്നു? കർത്താവ് പറഞ്ഞേ, ഇപ്പം നീ എന്നെ അനുഗമിക്കുകയല്ല, എന്നാൽ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. പത്രോസ് അനുഗമിച്ചു. ഇപ്പൊ പത്രോസ് ആയിരിക്കുന്നത് ഇനി ഒരിക്കലും തെറ്റിപ്പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ നാമും അനുഗമിക്കും. എന്നാൽ ജീവിതത്തിൽ കർത്താവിനെ ഫെയിൽ ചെയ്യുന്നത് നാം തിരിച്ചറിയുമ്പോൾ, ദൈവവചനം നമ്മോട് നാം ആരാണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനും അത് മനസ്സിലാക്കാനും അത് ഞാനാണെന്നും എൻ്റെ അവസ്ഥയാ ദൈവവചനത്തിൽ കൂടെ ദൈവാത്മാവ് പറയുന്നതെന്നും തിരിച്ചറിയാനുള്ളതാകുന്ന ഒരു താഴ്മ നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ജയകരമായി അന്ത്യത്തോളം നിലനിൽക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് ആ ഒരു കുറ്റബോധത്തിൽ ജീവിക്കുന്നവരായിട്ടല്ല, നേരെ മറിച്ച് കർത്താവിനെന്നെ സമ്പൂർണമായിട്ടും യഥാസ്ഥാനപ്പെടുത്താൻ കഴിയുമെന്നുള്ള തിരിച്ചറിവോടെ, മാനസാന്തരത്തോടെ കർത്താവിങ്കലിൻ്റെ അടുക്കലേക്ക് വരുന്നവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ കർത്താവിന് കഴിയും. അവരെ സമ്പൂർണമായി റെസ്റ്റോർ ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം 21-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ എഴുതി ചേർത്തത് ഈ ഒരൊറ്റ കാര്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ദൈവത്തിൻ്റെ ആ മഹാസ്നേഹം, അവിടുത്തെ കാരുണ്യം, നമ്മോടുള്ള ദയ എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിനെ അക്ഷയമായിട്ട് നമുക്ക് സ്നേഹിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.